guys, welcome to a new video. And today we are discussing the poem Political Science by Thett. It comes under PGS2 World Literature paper. So, as usual, let me give you a picture of the poet. Thett is a poet, poetry translator, and writer based in UK. But he describes himself as a poet by choice and a Burmese by chance. His book of poem called The Burden of Being Burmese is the first ever full-length collection in English by a Burmese poet, which is predominantly characterized by a Burmese subjectivity. Now, this poem that we are going to discuss, the poem Political Science, talks about the basic desires of human being and how those desires are not met with in a totalitarian system. Now I can give you my interpretation of the poem, as the extra notes or reading materials on it is very scarce. So the first line is, a tongue that demands water, water, water is tapped from tonguing the thick lips of a totalitarian ashtray. Now ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ടൊട്ടാലിറ്റേറിയൻ റെജീം, ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു റെജീം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരാൾ ഒരു സിറ്റിസൺ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. അതായത് എങ്ങനെയാണ് അവരുടെ ബേസിക് നീഡ്സ് പോലും ആ ഒരു ഒരു ഗവൺമെൻറ്റിൽ, ആ ഒരു റെജീമിൽ ഫുൾഫിൽ ചെയ്യാതെ പോകുന്നത് എന്നാണ്. സോ the central theme is thirst and suffering. Thirst is for what? Thirst for justice, and they're not getting the justice, so the consequent suffering that they have to endure. So we see a thick lips that and a tongue that demands water. We can equate that with someone, an individual or a group of people who are starving or തേഴ്സ്റ്റിംഗ് ഫോർ ബേസിക് ഹ്യൂമൻ നീഡ്. ആ ഒരു റെജീം, ആ ഒരു ഗവൺമെൻറ് ഏതാണെങ്കിലും അത് അവിടുത്തെ സിറ്റിസൻസിന് എങ്ങനെയാണോ ഒരു മനുഷ്യന് നമ്മുടെ വിശപ്പും ദാഹവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഏർജസ് ആണ്. ഒരിക്കലും നമുക്ക് പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു ഏർജാണ്. നമ്മുടെ ബേസിക് സർവൈവലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ അകത്ത് വരുമ്പോഴും നമ്മുടെ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ സിറ്റിസൺ നമുക്കെല്ലാം ബേസിക് റൈറ്റ്സ് ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഒരു ബേസ് ചെയ്ത് നമുക്ക് കുറേ നീഡ്സ് ഉണ്ട്. നമ്മുടെ സേഫ്റ്റി, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഇടയ്ക്ക് ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ജസ്റ്റിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പോയിട്ട് ഇമാജിൻ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അവിടുത്തെ ആൾക്കാർക്ക് ബേസിക് റൈറ്റ്സ് പോലും കിട്ടുന്നില്ല. Next line is, you may find life in a bombshell. There is no water in ash. They redress their national internal bleeding with quacky tincture. There is no cure for national internal bleeding. To tame the tsunami, they whip the ocean with a knot. The ocean doesn't bother. So next line നമുക്ക് കുറച്ച് ഇമേജറി നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ലൈഫ് ഇൻ എ ബോംബ് ഷെൽ അല്ലെങ്കിൽ വാട്ടർ ഇൻ എ ആഷ്. ഈ രണ്ടെണ്ണവും ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കാരണം ബോംബ് ഷെൽ അല്ലെങ്കിൽ ആഷ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു തീം അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ അവിടെയാണ് നമ്മൾ കൂടുതൽ ഈ ബോംബ് ഷെൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഷൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ടൊട്ടാലിറ്റേറിയൻ സിസ്റ്റത്തിൽ, അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അകത്ത് എവറി വൺ ഇസ് സിംബോളിക്കലി ഡൈയിങ്, ദ നോട്ട് റിയലി എക്സിസ്റ്റിംഗ്. കാരണം ആ ഒരു റെജീം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ അതിൻ്റെ അകത്ത് പവറുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ്. അത്രയും കൺവീനിയൻ്റ് ആയിട്ട് മാത്രമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ജീവിക്കുന്ന സിറ്റിസൻസിന് ബാക്കി ബേസിക് റൈറ്റ്സ് പോലും കിട്ടുന്നില്ല. സോ ദേ ആർ മോർ ഡെഡ് ദാൻ അലൈവ്. അതാണ് ആ ഒരു ഫസ്റ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഇൻ കേസ് ദർ ഇസ് എൻ ഇൻറ്റേർണൽ ബ്ലീഡിങ്. നാഷണൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്നുള്ളതും ഇറ്റ്സ് അനദർ what can I say, symbol for what? It could be internal conflict or some sort of a civil war.
ഇപ്പോൾ ഒരു രാജ്യമാണെങ്കിലും അതിൻ്റെ അകത്ത് സംഘർഷങ്ങൾ നടക്കാം, അതിൻ്റെ അകത്തും ഇങ്ങനത്തെ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കാം. അതായിരിക്കാം പോയറ്റ് ഈ ഒരു നാഷണൽ ഇന്റേണൽ ബ്ലീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. But then, what are the people in power doing? When there is such an internal bleeding, that is, when there are such conflicts, they are just putting a band-aid over it, quacky tincture over it, because there is no cure. കാരണം ഇങ്ങനത്തെ സംഘർഷങ്ങൾ നടക്കുമ്പോൾ പോലും അധികാരമുള്ളവർ ആക്ച്വലി ചെയ്യേണ്ടത് അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, ആ ഒരു സംഘർഷങ്ങളെ കഴിവതും എത്രയും പെട്ടെന്ന് അത് നിർത്താൻ പറ്റുമോ അത്രയും നിർത്തുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്താണ് ആവശ്യം ഇവിടെ ചെയ്യുന്നത്? ദേ ആർ ജസ്റ്റ് അപ്ലൈയിങ് ടിഞ്ചർ ഇൻ ദ സെൻസ് അവർ ഇന്നാക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കുള്ളൊരു അഡ്രസ്സിലിന് പകരം അവർ ജസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല, അതൊന്നും താല്പര്യപ്പെടുന്നില്ല. അതാണ് ആ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത്. So the poet is actually asking, what are the people in power doing? ഒരു പക്ഷെ പൊളിറ്റിക്കൽ എന്നൊക്കെ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ തിയറീസ് ഒരുപാട് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ തിയറീസ് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടയിടത്ത് അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി പോയിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് ദി ലൈൻ ഓഫ് ടേമിങ് ദ സുനാമി വിത്ത് എ വിപ്പ്. That is also showing the arrogance of man and the assumedly power man has over nature. കാരണം ക്യാൻ യു വിപ്പ് ആൻ ഓഷൻ ആൻഡ് ക്ലെയിം യു ഹാവ് എ പവർ? നമുക്കൊരു കടലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വടി കൊണ്ട് തന്നെ അടിച്ചിട്ട് ഞാൻ മനുഷ്യനാണ്, ഞാനിപ്പോൾ പ്രകൃതിയുടെ മേളിൽ നിൽക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് വെരി നോൺസെൻസിക്കൽ, റൈറ്റ്? ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദ പോയറ്റ് ഈസ് സെയിങ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ റിയാലിറ്റി ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ. മനുഷ്യനാണെങ്കിൽ ഒരു ഡോമിനൻറ്റ് സ്പീഷീസ് ആണ് എന്നുള്ളൊരു വിചാരത്തിൽ പ്രകൃതിയുടെ പുറത്തും ഒരു അധികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. കടലിൻ്റെ അവിടെ പോയിട്ട് ഒരു വിപ്പ് കൊണ്ട് അടിച്ചിട്ട് പറയാണ് ഞാൻ പ്രകൃതിയെക്കാട്ടിലും മേളിലാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിലും, ഒരു സുനാമി പോലും വേണ്ട, ഒരു വെള്ളപ്പൊക്കമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതം ദുരിതമാവുകയാണ്. പക്ഷെ അതാണ് റിയാലിറ്റി. പക്ഷെ somehow man is very arrogant that they think they are so dominant that they even have a superiority claim over nature, which is not the case in reality. And the next line, on this line their slogan goes, there is no corpse who died from starvation, infants who were force fed that shrunk into skin on bone carcasses. So again ആ ഒരു പവർ കയ്യിലുള്ള അധികാരമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരെങ്ങനെയാണ് ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉള്ളപ്പോൾ പോലും അത് നേരിട്ട് അഡ്രസ്സ് ചെയ്യാത്തത്, അതുപോലെ അവരെങ്ങനെയാണ് ആ ഒരു സുപ്പീരിയോറിറ്റി ക്ലെയിം ഉള്ളതുകൊണ്ട് അതെങ്ങനെയാണ് ആരഗൻസ് ആയിട്ട് മാറുന്നത്, അതെങ്ങനെയാണ് അഹങ്കാരത്തോടു കൂടി വീൽഡ് ചെയ്യുന്നതെന്നൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇതാണ്, ദ ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള നേതാക്കളുണ്ടെങ്കിൽ അവർ വന്ന് പറയുകയാണ് നമ്മുടെ രാജ്യത്ത് ആരും തന്നെ മരിക്കുന്നില്ല, വിശപ്പ് കൊണ്ട് മരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും റിയാലിറ്റി എന്താണ്? ആ ഒരു രാജ്യത്ത് ഒരുപക്ഷെ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കും വിശപ്പ് കൊണ്ട് ആ ഒരു പോഷകാഹാര കുറവ് കൊണ്ട് മരിക്കുന്നത്. അതാണ് റിയാലിറ്റി. പക്ഷെ ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഈ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കും പറയുന്നത്? എൻ്റെ ഓപ്പോസിറ്റാണ്, ആരും മരിക്കുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വിടുന്നത്. കാരണം സത്യാവസ്ഥ അറിഞ്ഞാൽ അവരുടെ പവറിനാണ് കോട്ടം തട്ടുന്നത്. സോ their solution is not to comment on it or not to address it, just ignore it. അതാണ് അവരുടെ ഒരു ടാക്ടിക് എന്ന് പറയുന്നത്. പ്രോബബ്ലി ബിക്കോസ് ഇറ്റ് ഈസ് ഈസി. കാരണം ഒരു പ്രോബ്ലം വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു മാൽന്യൂട്രീഷൻ കേസുകൾ വരുമ്പോൾ, യു ഹാവ് ടു ഓപ്ഷൻസ് ആസ് someone in power. You can address it and solve it, but that is difficult. That's a long-term plan. Probably easiest way is what? Just to ignore it, just to address it in some few sweet words and just ignore it. And since that is the easy path, that is what unfortunately most of the leaders are doing. പോയിട്ട് പറയുന്ന ഒരു ഗവൺമെൻറ്റിലും ഇതന്നെയാണ് സംഭവിക്കുന്നത്. അതായത്
അതിൽ അധികാരത്തിലിരിക്കുന്ന ആരാണോ എല്ലാവരും ഈ ഒരു ഈസി, ഐ എം സെയിങ് ഈസി ഇൻ കോഡ്സ്, ഈസി പാത്താണ് ചൂസ് ചെയ്യുന്നത്. സോ ലോങ് ആസ് ദേ ഇഗ്നോർ ഇറ്റ്, ദേ വോണ്ട് ഹാവ് ടു അഡ്രസ് ദ പ്രോബ്ലം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ പറയുന്നത്. And then they are saying drought makes you think, thieve and thrive. Moderation is medicine, excess poison. Lectures a baton blow on a citizen. Some of us love flexural history, others make do with bitter rainwater. സോ ഇവിടെ ഡ്രൗട്ട് മേക്സ് യു തിങ്ക്, തീവ് ആൻഡ് ത്രൈവ്. ഡ്രൗട്ട് എന്ന് ഉദ്ദേശിക്കുന്നതും എന്താണ്, ഓബ്വിയസ്ലി ഇത്ര ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനത്തെ കറപ്ഷൻസ് നടക്കുമ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് നടക്കാനുള്ള ചാൻസ് എന്തായാലും കൂടുതലാണ്. ജനരോഷം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു മാസ് പ്രൊട്ടസ്റ്റിംഗ് എന്തായാലും ഉള്ളതാണ്. സോ ഐ തിങ്ക് വി ക്യാൻ ഇമാജിൻ ദിസ് റൗട്ട് ആസ് ദ ഹ്യൂമൻ റെസ്പോൺസസ് who are desperate for justice, who are extremely tired by the corruption that is going on. And ഓരോരുത്തർക്കും ഓരോ റിയാക്ഷനാണ് ആ ഒരു കാര്യം കൊണ്ട് നടക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതിരുന്ന് ആലോചിക്കും ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇറ്റ് മേക്സ് യു തിങ്ക് all these corruption that is going on. Sometimes people use this corruption to their advantage, to gain more money. എന്തെങ്കിലും ഒരു ആ ഒരു പവറിലൂടെ എന്തെങ്കിലും ഒരു പൈസ കൂടുതൽ കിട്ടാൻ അല്ലെങ്കിൽ അധികാരം കൂടുതൽ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി they go down that path instead of being a good model of a leader. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. there are people like that and there are some people who thrive in it. ഞാൻ പറഞ്ഞ പോലെ ഈ കറപ്ഷൻ യൂസ് ചെയ്ത് റിച്ച് ആവുന്നവരുണ്ട്, കറപ്ഷൻ കാരണം കഷ്ടപ്പെടുന്നവരുണ്ട്, കറപ്ഷൻ കാരണം ശരിക്കും റിയാലിറ്റി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നവരുണ്ട്. ആൻഡ് ദെൻ he says moderation is medicine, excess poison, lectures a baton blow on the citizen. അതും നമുക്ക് ഈ മാസ് പ്രൊട്ടസ്റ്റ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ ഒരു ഇപ്പോൾ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ നടപ്പാക്കേണ്ട നിയമം നടപ്പാക്കുന്നില്ല, ഒരു ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുക. ഓബ്വിയസ്ലി അവിടെ ഒരു മാസ് പ്രൊട്ടസ്റ്റ് നടക്കും. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബാറ്റൺ ബ്ലോ ഓൺ എ സിറ്റിസൺ. അതായത് ഈ അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്താണ് കൂടുതലും വരുന്ന ആ ഒരു സിറ്റുവേഷൻ? ദേ ഡോണ്ട് കോൾ ദ പീപ്പിൾ ആൻഡ് ഫോം എ കോൺഫറൻസ് ആൻഡ് ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു ചർച്ച നടത്തി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കേസസ് വളരെ കുറവാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് സംഘർഷവും പിന്നെ പരിക്ക് ഏറ്റ് ആശുപത്രി കിടക്കുന്നവർ അല്ലെങ്കിൽ വേഴ്സ് കേസ് സിനാറിയോയിൽ മരണപ്പെടുന്നവർ വരെയുണ്ട്. ബട്ട് എങ്ങനെ ആയാലും ഈ ഒരു സമാധാന ചർച്ചയെക്കാട്ടിലും ആദ്യം വരുന്നത് സംഘർഷമാണ്. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And then the last line is, some of us love flexural history, others make do with bitter rainwater. So actually there are two kinds of citizens in this regime. Someone who understand the history and who have a desire for ട്രൂത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഫ്ലക്ചറൽ ഹിസ്റ്ററി എന്ന് പറയുന്നതും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഹിസ്റ്ററിയാണ്. അപ്പോൾ ചില ആൾക്കാർക്കുണ്ട് ഈ ഒരു ഹിസ്റ്ററി അറിയാനുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ സത്യമായിട്ടും എന്താണ് ഒരു റെജീം അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റിയാലിറ്റി എന്ന് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ പുറകെ പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. രണ്ടാമത്തവരെന്താണ്, അതേഴ്സ് മേക്ക് ഡൂ വിത്ത് ബിറ്റർ റെയിൻ വാട്ടർ. ബിറ്റർ റെയിൻ വാട്ടർ എന്നിവിടെ ഉദ്ദേശിക്കുന്നതും ആ ഒരു അൺസാറ്റിസ്ഫൈങ് കണ്ടീഷൻ. കാരണം ചില ആൾക്കാർക്കും എഗെയിൻ അവിടെ ഒരു ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്. പലർക്കും ഇപ്പോഴും അവരുടെ അവകാശങ്ങൾ കിട്ടുന്നില്ല, അവരുടെ അധികാരങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സെക്ഷൻ സൊസൈറ്റിയും ആ ഒരു റെജീമിലുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ബേസിക് റൈറ്റ്സ് വേണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവർക്ക് കിട്ടണമെന്ന്. ബട്ട് അത് ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അതിൻ്റെ ഒരു ഹെൽപ്പും സപ്പോർട്ടും കിട്ടുന്നില്ല. സോ ദേ ഹാവ് ടു മേക്ക് ഡൂ വിത്ത് വാട്ട് എവർ ദേ ഹാവ്.
അതാണ് ബിറ്റർ റെയിൻ വാട്ടർ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി അൺസാറ്റിസ്ഫൈങ് കണ്ടീഷൻസ് ദാറ്റ് സം ഓഫ് ദ പീപ്പിൾ ഹാവ് ടു live with. So this is the poem, and based on my interpretation, themes I could identify was oppression. ഞാൻ പറഞ്ഞു, ഒരു റെജീമിനെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറപ്ഷനും എങ്ങനെയാണ് സിറ്റിസൻസ് സഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഒപ്രഷൻ. ആൻഡ് ദെൻ പ്രൊപ്പഗാൻഡ, അതായത് പ്രൊപ്പഗാൻഡാസ് എന്ന് പറയുമ്പോഴേക്കും പദ്ധതികൾ പറയുന്നു, പക്ഷേ എത്ര എണ്ണം പറയുന്നത് പോലെ തന്നെ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ദാറ്റ് ഈസ് ദ പ്രൊപ്പഗാൻഡ. ആൻഡ് ദെൻ ദി സഫറിങ് ഓഫ് ദ പീപ്പിൾ who do not get their basic rights. And then the resilience of the regime, that is ഒരു ഒപ്രഷൻ അവരുടെ ഒപ്രഷനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവരെങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത്? ദേ മോസ്റ്റ് ഓഫൻ ചൂസ് ദി ബാറ്റൺ ഓർ ദി ഗൺ ഇൻസ്റ്റെഡ് ഓഫ് പീസ് കോൺഫറൻസ്. അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദി അതർ തീം. So these are the basic information I could get on the poem. I hope this was clear to you. So do like the video and subscribe my channel for more videos if you like it. Thank you.